ഇത് റിയൽമി 12X 5G. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മുകളിലായി. ഈ ഫോൺ കുറച്ച് കാര്യങ്ങളില്ലെങ്കിൽ ബഡ്ജറ്റ് ഫോണിലെ പുതിയ സ്റ്റാൻഡേർഡ് ആവേണ്ട ഫോണാണ്. ബട്ട് അതിനു മുമ്പ് ഒരു ക്വിക്ക് സ്പെക്സ് അപ്ഡേറ്റ്. ഇത് 128GB ബേസ് വേരിയൻറ്റ്, 6GB റാമും അതുപോലെ തന്നെ ഡൈമെൻസിറ്റിയുടെ 6100+ പ്രോസസ്സറാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 50 MP പ്ലസ് 2 MP ബാക്ക് ക്യാമറയും 8 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അതുപോലെ തന്നെ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത് വിത്ത് 91.40% സ്ക്രീൻ ടു ബോഡി റേഷ്യോയിൽ വരുന്ന ഫോണാണ്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഡിസ്പ്ലേയുടെ കീ സ്പെക്സ്. അതുപോലെ തന്നെ 5Gയിലെ ഒട്ടുമിക്ക ബാൻഡും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് പേപ്പറിൽ ഈ സ്പെക്സ് ഒക്കെ കാണുമ്പോൾ അടിപൊളിയാണ്, ബട്ട് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ലൈക്ക് ഇതിൽ അഡ്വർടൈസ് ചെയ്ത 120 Hz റിഫ്രഷ് റേറ്റ് നിങ്ങളുടെ ഫോണിൻ്റെ UI മാത്രമാണ് 128 റിഫ്രഷ് റേറ്റിൽ വർക്ക് ആവുള്ളൂ. ഇത് റിയൽമിയുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. അത് നമ്മൾ ആരും കാണാത്ത രീതിയിൽ ഒരു വെബ്സൈറ്റിൽ സെയിൽ മൂടി കിട്ടി ചോദിക്കുകയാണ് അവർ. അതുപോലെ തന്നെ ഈ ഫോൺ അഡ്വർടൈസ് ചെയ്ത എയർ ജസ്റ്റേഴ്സ് ആകെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ആപ്സിൽ മാത്രമാണ് വർക്ക് ആവുകയുള്ളൂ. ലൈക്ക് അതായത് നമ്മൾ ഫോണിൽ ഇത് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിൽ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ ഇങ്ങനെ ആക്കുമ്പോൾ വീഡിയോസ് എല്ലാം മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കോള് കട്ട് ചെയ്യാം, അതുപോലെ തന്നെ മ്യൂട്ട് ചെയ്യാം, കോൾ അറ്റൻഡ് ചെയ്യാം, ഇങ്ങനെയുള്ളൊരു ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവം ഒരു 5 പ്രാവശ്യം ആക്കി കഴിഞ്ഞാൽ 2 പ്രാവശ്യം ആയി കഴിഞ്ഞാൽ ഭാഗ്യം. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇതിൽ വേപ്പർ കൂളിംഗ് ചേമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്കിലി ആ സംഭവം മാത്രം അതിൻ്റെ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തെർമൽ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബഡ്ജറ്റ് ഫോണിൽ കണ്ടുവരാത്തൊരു ഗ്രാഫാണ്, അതായത് അധികം റെഡൊന്നും കാണാത്ത ഗ്രാഫാണ് കണ്ടത്. അത് വെച്ച് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഫോൺ ചെറുതായിട്ട് വാമാവില്ല എന്നല്ല പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പെർഫോമൻസ് സെക്ഷനിൽ പറയുന്നതാണ്. ഓൾറൈറ്റ്, നമുക്ക് ക്യാമറയെ പറ്റി പറയാം. 50 MP അതുപോലെ തന്നെ 1.8 ആപ്പർച്ചറിനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ എക്സൈറ്റഡ് ആയത് ക്യാമറയെ പറ്റിയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഗൂഗിൾ പിക്സിനൊക്കെ വെച്ചൊരു ക്യാമറ കമ്പാരിസണൊക്കെ എടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഞാൻ അതിലൊരു സെൽഫി എടുത്തത്. അപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി ഒരു ബഡ്ജറ്റ് ഫോണിൽ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്ര തന്നെയാണുള്ളൂ. അത് നമ്മുടെ ബാക്ക് ക്യാമറയിൽ. ഫ്രണ്ട് ക്യാമറയിൽ എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതായത് ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ നമ്മുടെ സ്കിൻ ടോൺ എങ്ങനെ പോയാലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ലൈക്ക് എൻ്റെ സ്കിൻ ടോൺ കറക്റ്റായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരിക്കും നല്ലത്. ഇനി ബാക്കിയുള്ള സ്കിൻ ടോൺ എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ സ്കിൻ ടോൺ ഞാൻ സെൽഫി എടുക്കുമ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മാസം സൂര്യനെ കാണാതെ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്ന സ്കിൻ ടോൺ ആയിട്ടാണ് കാണിക്കുന്നത് എൻ്റെ. ആ കാര്യത്തിൽ നമ്മൾ അധികം ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റിൽ ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. ബാക്ക് ക്യാമറയിൽ നമുക്ക് അത്യാവശ്യം ഡീസൻറ്റ് ഫോട്ടോസ് കിട്ടുന്നതാണ്. ബട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമുക്ക് ലൈവ് ക്യാമറയിൽ എപ്പോഴും ഓവർ ഷാർപ്പണായിട്ടാണ് ഇരിക്കുന്നത്. ഫോട്ടോ എടുത്ത് നമുക്ക് പ്രീവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ലൈവായിട്ട് കാണാം. അത് പ്രോസസ്സ് ചെയ്തിട്ട് ഷാർപ്പ്നെസ് എല്ലാം കുറച്ച് നമുക്കൊരു ഡീസൻറ്റ് ഫോട്ടോ ആക്കി കാണിക്കുന്നത്. ഓഫ് കോഴ്സ് ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. ടേക്ക് ദാറ്റ് ഓൾസോ ഇൻ ടു കൺസിഡറേഷൻ. നെക്സ്റ്റ് എടുത്ത് പറയേണ്ട കാര്യമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയറും. ഇത് റൺ ചെയ്യുന്നത് റിയൽമി UI 5.0 ബേസ്ഡ് ഓൺ Android 14. ഇതിൽ നമ്മൾ ഫോൺ വാങ്ങിച്ചപ്പോൾ ഉണ്ടാകുന്ന ബ്ലോട്ട്വെയറും മറ്റേ ആപ്സുകളെല്ലാം എടുത്ത് കളയുകയാണെങ്കിൽ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം ക്ലീൻ ആണ്. OS എല്ലാം വളരെ സ്മൂത്ത്ലി ആണ് റൺ ചെയ്യുന്നത്, UI എല്ലാം. ആൻഡ് അത് മാത്രമല്ല 34 മാസം 38 മാസത്തോട്ടം റിയൽമി ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി പറയണത് നമ്മളെ സോഫ്റ്റ്വെയർ ഹാങ് ആവില്ല. ഹാങ് ആയി കഴിഞ്ഞാൽ അവർ ഫോൺ ഇപ്പോൾ മാറ്റി തരുന്നതൊക്കെയാണ് തോന്നുന്നത്. അവരുടെ വെബ്സൈറ്റിലുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു നല്ല കാര്യം തോന്നിയത് ചാർജിങ്ങും ബാറ്ററി എക്സ്പീരിയൻസും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഫോണിൽ 45 വാട്ടിൻ്റെ സ്പീഡിൽ ആ ഒരു ചാർജിങ് സ്പീഡുണ്ട്. ഒരു ലൈറ്റ് യൂസേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഡേ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായി ഗെയിം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു മിഡ് ഡേയിൽ ഒരു പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. ഞാനിതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ഡേ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു ഫുൾ ചാർജ് ആവണമെങ്കിൽ ഒരു 4 മണി സമയമാകുമ്പോഴേക്ക് ഏകദേശം ഒരു പ്രാവശ്യം കൂടി ചാർജ് ചെയ്യേണ്ടി വരും. ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമൊക്കെ ആണെന്നുള്ളതെങ്കിൽ നമുക്ക് ഹോൾ ഡേ ബാറ്ററി കിട്ടും. അതിനൊന്നും യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. അതല്ല നിങ്ങൾ BGMI ബസ് പോലുള്ള ഗെയിംസ് എല്ലാം ഇടയ്ക്കെടുത്ത് കളിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മിഡ് ഡേയിൽ ഒരു പ്രാവശ്യം കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും. സ്പീക്കിംഗ് ഓഫ് BGMI ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി പറയാം ഇനി മൊത്തം.
ഇതാണ് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് സ്കോർസ്. സിംഗിൾ സ്കോർസിൽ 695 മൾട്ടി കോർസിൽ 1850 പെർഫോമൻസ് വരുന്നത്. ഈ ഫോണിൻ്റെ എടുത്ത് പറയാനുള്ളൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 13K ആ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വെച്ച് ഒരു നല്ല പെർഫോമൻസ് ഡെലിവറി ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് BGMI 30 FPS HD സെറ്റിംഗ്സിൽ ഇട്ട് കളിക്കാം, യാതൊരു പ്രശ്നവും ഹാങ് ഒന്നും ഇല്ലാതെ. അതുപോലെ തന്നെ PES നിങ്ങൾക്ക് 60 FPS അൺലോക്കാണ്. ബട്ട് ചില സമയത്ത് PES 60 FPS ഇട്ട് കളിക്കുമ്പോൾ ഫ്രെയിം ഡ്രോപ്സ് വരുന്നുണ്ട്. 60 FPS ആണ്, അതൊന്നും ഇതിൽ താങ്ങാൻ പറ്റാത്തതിന് അധികമാണ്. ബട്ട് പ്ലേയബിൾ ആണ്. ഓവറോൾ ആയി എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. അതാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. അല്ലാതെ ഈ ഫോൺ നമ്മുടെ ഇതിൻ്റെ അഡ്വർടൈസിൽ പറഞ്ഞ പോലെ ബഡ്ജറ്റ് കിങ് അതുപോലെ തന്നെ സ്പെക് കിങ് ഒന്നും അല്ല. അതായത് 120 Hz ആകെ UI മാത്രമാണ് വർക്ക് ആവുകയുള്ളൂ. അത് വലിയ കാര്യമുള്ളതൊന്നുമല്ല. എയർ ജസ്റ്റർ തോന്നുമ്പോൾ മാത്രമാണ് വർക്ക് ആവുകയുള്ളൂ. അതിൻ്റെ മോഷൻ സെൻസർ അത്ര നല്ല മോഷൻ സെൻസർ അല്ല ഇതിലുള്ളത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50 MP, അതുപോലെ തന്നെ ഇങ്ങനെ മെഗാപിക്സൽ കൂട്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമാണ്. വെബ്സൈറ്റിൽ അഡ്വർടൈസ് ചെയ്തുള്ള ഫോട്ടോസും ഇതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതൽ അതിൽ എലാബറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ഫോണിലും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ഫോണിൽ അതിൽ ആഡ്സ് കുത്തി തിരച്ചിട്ട് നമുക്ക് തന്നെ തിരിച്ചു തരുന്നത്. അതിനോ ഇത് കാരണം തന്നെയാണ് നമ്മൾ ഫോണിൻ്റെ വില കുറയുന്നതും. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പിന്നെ നല്ല കാര്യമെന്ന് തോന്നിയത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തെല്ലാം മുമ്പ് ബ്രൈറ്റ് ആവുന്ന ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ അത്ര നല്ല ചാർജിങ് സ്പീഡ് കിട്ടുന്ന ഒരു ഫോണാണ്. ആൻഡ് ഇനി 50K ബഡ്ജറ്റിൽ ഫോൺ വാങ്ങാൻ നോക്കുന്നവർ ഈ ഫോൺ എടുക്കണോ? ഒരു ഓവറോൾ ലൈറ്റ് യൂസർ, അതായത് ഇടയ്ക്ക് ഗെയിമൊക്കെ കളിക്കും, പിള്ളേരൊക്കെ ആയിട്ട് വെറുതെ ഗെയിം ഫണ്ണിന് വേണ്ടി ഗെയിം കളിക്കും, അങ്ങനെയൊക്കെ കുറച്ചുള്ള ആൾക്കാർക്ക് മാത്രം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണിത്. ഇതിൻ്റെ സിമിലർ പ്രൈസിൽ മോട്ടോയുടെ G64 എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് അതിൽ ചാർജിങ് സ്പീഡ് ഇത്തിരി കുറവാണ്. ബട്ട് അത് നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഏകദേശം സിമിലർ പ്രൈസിൽ തന്നെയാണ് ആ ഫോൺ വരുന്നത്. ബട്ട് ആ ഫോണിൽ ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ പ്രോസസ്സർ വരുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ വാങ്ങി ആ ഫോൺ റിവ്യൂ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ iPhone 13 ഈ കൊല്ലം എടുക്കണമെന്നുള്ള റിവ്യൂ ചെക്കൗട്ട് ചെയ്യുക. എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെറുതെ ഇരിക്കില്ല, വീഡിയോ ചെക്കൗട്ട് ചെയ്യും.